എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് റെക്ടാങ്കിൾ മാത്ത് അഥവാ ചതുരക്കണക്കുകൾ. ഇപ്പം ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു എക്സ് ആക്സിസ് വരച്ചിട്ടുണ്ട്, വൈ ആക്സിസ് വരച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ 2 പോയിന്റുകൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് 3, 2, 3, 2, ഇതിൻ്റെ കോർഡിനേറ്റ് 7, 5. ഓക്കെ, ഇങ്ങനെ 2 പോയിന്റുകൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 2 പോയിന്റുകൾ ഓപ്പോസിറ്റ് വെർട്ടെക്സ് അഥവാ എതിർ മൂലകളായി വരുന്ന ഒരു ചതുരം വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്കത് വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും അല്ലേ. ഈ രണ്ട് പോയിന്റുകൾ എതിർ മൂലകളായിട്ട് വരുന്ന ചതുരം വരയ്ക്കണം. അപ്പം നമുക്കിവിടെ ഒന്നിലധികം ചതുരങ്ങൾ നമുക്ക് വരയ്ക്കാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നോക്കിയാൽ ഇപ്പോൾ ഈ 2 പോയിന്റ്, ഇപ്പോൾ ഇതാണ് 2 പോയിന്റ് എന്ന് വിചാരിക്കാം. ഇതാണ് 2 പോയിന്റുകൾ. ഇപ്പം 3, 2, ഓക്കെ, 7, 5. അപ്പോൾ നമുക്ക് ഈ 2 പോയിന്റുകൾ ഓപ്പോസിറ്റ് മൂലകളായിട്ട് വരുന്ന ചതുരങ്ങൾ വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്താണ് എളുപ്പപ്പണി ഈ ഡിസ്റ്റൻസ് നമ്മൾ ഒരു ഡയാമീറ്റർ അല്ലേ, അതായത് വ്യാസമായിട്ട് എടുത്തിട്ട് ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് എളുപ്പം വരയ്ക്കാൻ പറ്റും അല്ലേ. ഇപ്പോൾ നോക്കിയാൽ ഈ 2 പോയിന്റുകൾ അല്ലേ, ഈ 2 പോയിന്റുകൾ ഡയമീറ്ററായി വരുന്ന, ഇത് ഡയമീറ്റർ ആയി വരുന്ന ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇനി ഞാൻ നോക്കിയാൽ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു 2 സെൻറ്റിമീറ്റർ നീങ്ങിയിട്ട് ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് 2 സെൻറ്റിമീറ്റർ മാറി ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവ തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 മൂലകൾ എതിർ മൂലകളായി വരുന്ന ഒരു ചതുരം നമുക്ക് കിട്ടും അല്ലേ. ഇപ്പം നോക്കിയേ, നാം ഈ പറഞ്ഞല്ലേ ഈ പോയിന്റാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ 2 പോയിന്റുകൾ ഓപ്പോസിറ്റ് മൂലകളായി വരുന്ന ഒരു ചതുരം നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ ചതുരത്തിൽ നമുക്കറിയാം 90 ഡിഗ്രിയാണ് ആംഗിൾ. അപ്പോൾ ഇത് സെമി സർക്കിൾ ആയതുകൊണ്ട് അല്ലേ, സെമി സർക്കിളിൻ്റെ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അർദ്ധവൃത്തത്തിൻ്റെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 90, ഇത് 90. ഇനി ഇതിന് പകരം ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കി ഒരു 5 സെൻറ്റിമീറ്റർ നീങ്ങിയിട്ട് ഇവിടെ പോയിന്റ് ഇട്ടു. ഇവിടെ നിന്ന് ഒരു 5 സെൻറ്റിമീറ്റർ നീങ്ങി പോയിന്റ് ഇട്ടു. ഇനി നമ്മൾ ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാലോ മറ്റൊരു ചതുരം നമുക്ക് കിട്ടും അല്ലേ. ഇപ്പം നോക്കിയേ, നമുക്ക് വേറൊരു ചതുരം കിട്ടി അല്ലേ. ഈ 2 മൂലകളും എതിർ മൂലകളായി വരുന്ന മറ്റൊരു ചതുരം കിട്ടി. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര ചതുരം വേണമെങ്കിലും നമുക്ക് വരയ്ക്കാൻ പറ്റും. അതേസമയം ഞാനിവിടെ പറയാണ്, ഈ 2 പോയിന്റുകൾ എതിർ മൂലകളായി വരണം. മാത്രമല്ല ഈ ചതുരത്തിൻ്റെ വശങ്ങൾ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലൽ അതിന് സമാന്തരമായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു ചതുരം മാത്രമേ വരയ്ക്കാൻ പറ്റൂ അല്ലേ. അതായത് ഈ ഒരു സൈഡ് എക്സ് ആക്സിസിന് പാരലായിരിക്കണം, മറ്റേ സൈഡ് എന്തായിരിക്കണം? വൈ ആക്സിസിന് പാരലായിരിക്കണം. അപ്പോൾ നമുക്ക് ഇതേ രൂപത്തിൽ അല്ലേ, ഈ ഒരൊറ്റ ചതുരം മാത്രമേ, റെക്റ്റാങ്കിൾ മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റൂ അല്ലേ. ഇപ്പം നമുക്ക് ഈ 2 വശങ്ങൾ എക്സ് ആക്സിസിന് പാരലായി, ഈ 2 വശങ്ങൾ വൈ ആക്സിസിന് പാരലായി അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഈ 2 മൂലകളുടെയും കോർഡിനേറ്റ്സ് ഏതാണെന്ന് നോക്കിയാൽ ഈ 2 മൂലകൾ കോർഡിനേറ്റ്സ് നമുക്കറിയാം അല്ലേ. ഇനി നമുക്ക് ഈ 2 മൂലകളുടെ കോർഡിനേറ്റ്സ് ഏതാണെന്ന് നോക്കിയാൽ നമുക്കറിയാം. ഇവിടെ 7, 5 അല്ലേ, ഈ പോയിന്റ് 7, 5 ആണ്. അതായത് എക്സിന് 7ഉം എക്സിൻ്റെ വാല്യൂ 7ഉം വൈയുടെ വാല്യൂ 5ഉം അല്ലേ. ഇത് 7 തന്നെയാണ് അല്ലേ, ഇത് 7 ആണ്, നമുക്കറിയാം ഇത് 7. ഈ പോയിന്റ് ഏതാണ്? ഇവിടെ 5 ആയിരിക്കും അല്ലേ, 5. അത് 7, 5. ഇനി ഇതാണെങ്കിലോ ഇവിടെ എക്സിൻ്റെ വാല്യൂ 3 അല്ലേ, അപ്പോൾ ഇത് ഈ വാല്യൂ 3 ആയിരിക്കും. ഇവിടെ 2, അപ്പോൾ ഇത് 2 അല്ലേ, വൈയുടെ വാല്യൂ 2. ഇനി ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെ ആയിരിക്കും? എക്സിൻ്റെ 7, അപ്പോൾ നമുക്ക് 7, വൈയുടേതോ 2 അല്ലേ, 2, അപ്പോൾ 7, 2 ഇത് കിട്ടി നമുക്ക്. ഇനി ഇതെന്തായിരിക്കും? എക്സിന് 3, വൈക്ക് 5 അല്ലേ, അപ്പോൾ നമുക്കിവിടെ 3, 5. ഇതാണ് ഇതിൻ്റെ കോർഡിനേറ്റ്സ്, സൂചക സംഖ്യകൾ. ഇനി നമുക്ക് ഈ 4 കോർഡിനേറ്റ്സ് അല്ലെ, 4 മൂലകളെയും കോർഡിനേറ്റ്സ് ഒന്ന് നോക്കിയേ. എക്സിന് പാരലായിട്ട് വരുന്ന 2 വശങ്ങൾ എക്സിന് പാരലായിട്ട് വരുന്ന 2 വശങ്ങൾ, അതിൻ്റെ വൈ കോർഡിനേറ്റ്സ്, വൈയുടെ വാല്യൂ എത്രയാണ്? 2, ഇവിടെയും 2 അല്ലേ. അപ്പോൾ എക്സിന് പാരലായി വരുന്ന ഈ വശങ്ങളുടെ വൈ കോർഡിനേറ്റ് ഇവിടെ സെയിം തന്നെയാണ് അല്ലേ. ഇനി ഈ വശം നോക്കിയേ, എക്സിന് പാരലായി വരുന്ന ഈ വശം അല്ലേ, അതിൻ്റെ വൈ കോർഡിനേറ്റ് ഇവിടെ 5, ഇവിടെ 5 അല്ലേ. ഇനി നമുക്ക് വൈക്ക് പാരലായിട്ട് വരുന്ന 2 വശങ്ങൾ, അതിൻ്റെ എക്സ് കോർഡിനേറ്റ് നോക്കിയാൽ എക്സ് കോർഡിനേറ്റ് ഇവിടെ 3, ഇവിടെ 3 അല്ലേ, 2 സെയിം ആണ്. ഇവിടെയാണെങ്കിലോ 7, 7. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാം പറഞ്ഞു അത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് വരുന്നൊരു ചോദ്യമാണത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് നാം ഇവിടെയും പറയുന്നത്. അതായത് എക്സ് ആക്സിസിന് പാരലായിട്ട് നാം ഒരു വര വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വൈ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ. ഇനി വൈക്ക് പാരലായിട്ട് നാം ഒരു വര വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതേ രൂപത്തിലുള്ള ഏത് ചതുരത്തിൻ്റെയും 2 മൂലകളുടെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് 2 മൂലകളുടെ കോർഡിനേറ്റ്സ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് നോക്കിയാൽ ഇത് ഒരു റെക്റ്റാങ്കിൾ. ഓക്കെ, ഇതിൻ്റെ ഈ മൂലയുടെ കോർഡിനേറ്റ് നമുക്ക് 2, 1 തന്നിട്ടുണ്ട്, 2, 1. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് മൂലയിലെ കോർഡിനേറ്റ് 7, 3.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് മൂലകളുടെയും കോർഡിനേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എക്സും വൈയും അല്ലേ, ഇത് എക്സ് സോറി ഇത് വൈ ഇത് എക്സ് അല്ലെ, എങ്ങനെയായിരിക്കും പോവാ? അപ്പോൾ നമുക്കറിയാം വൈക്ക് പാരലായി കഴിഞ്ഞാൽ പാരലായ വശത്തിന്റെ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ നോക്കിയാൽ ഇത് വൈക്ക് പാരലായ വശമാണ് ഇത്. അപ്പോൾ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് സെയിം ആവണ്ടേ? അപ്പൊ എക്സ് എന്താ വരും? ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 2 വന്നു അല്ലെ. അപ്പൊ 2 കിട്ടി. ഇനി ഇത് ഈ വശം നോക്കിയേ, ഇത് എക്സിന് പാരലാണ് അല്ലെ. അപ്പൊ എക്സിന് പാരലായി കഴിഞ്ഞാൽ വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കണ്ടേ? സെയിം ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ എത്ര വരും? അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി എന്ത് കിട്ടി? 2 3 കിട്ടി. ഇനി ഇവിടെ നോക്കിയേ, ഇത് അല്ലെ, ഇത് വൈക്ക് പാരലാണ്. വൈക്ക് പാരലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് സെയിം ആവണ്ടേ? സെയിം ആവണം അല്ലെ. അപ്പൊ എക്സ് കോർഡിനേറ്റ് ഇവിടെ എത്രയാണ്? 7. അപ്പൊ ഇവിടെ 7. ഇനി ഈ വശം നോക്കിയേ, ഇത് ഏതിന് പാരലാണ്? എക്സിന് പാരലാണ് അല്ലെ. അപ്പൊ ഈ വശം എക്സിന് പാരലാണ്. അപ്പൊ എക്സിന് പാരലായി കഴിഞ്ഞാൽ അതിന്റെ വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കണം അല്ലെ. അപ്പൊ ഇതിന്റെ വൈ കോർഡിനേറ്റ് ഏതാണ്? 1. അപ്പൊ 7 1. അപ്പൊ ഇത് കണ്ടുപിടിച്ച രീതി മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഈ ലൈൻ എടുക്കാം, വൈക്ക് പാരലായിട്ടുള്ള നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടി അത് ഇതെടുക്കാം, ഈ വശം. അപ്പൊ ഇതെന്തിന് പാരലാണ്? ഇത് വൈക്ക് പാരലാണ് അല്ലെ. വൈക്ക് പാരലായി കഴിഞ്ഞാൽ എന്തായിരിക്കും? എക്സ് സെയിം ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ ഈ ലൈനിന്റെ ബി പോയിന്റ് ഏതായിരിക്കും? ഇവിടെ എക്സ് ഏതാണോ അത് ഇവിടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് തന്നിട്ടില്ല എന്ന് വിചാരിക്കാം, ഇതാണ് തന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടെ ഏതാണോ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് അത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മനസ്സിലായില്ലേ? വേറെ ഒന്നും നോക്കണ്ട, ഇവിടെ ഏതാണോ കോർഡിനേറ്റ് അത് ഇവിടെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഏതാണോ ആ എക്സിന്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഇതിന് പാരലാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിന് നേരെയുള്ള ഈ എക്സിന് നേരെയുള്ള ഇവിടെ വൈ ഏതാണോ അത് ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ ബുദ്ധിമുട്ടുള്ള ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സൈഡ് ഒരു മൂല തന്നിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവിടെ എക്സ് ഏതാണോ ഇട്ടിട്ടുള്ളത് അത് തന്നെ ഇവിടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം എന്ത് നോക്കാം? നമ്മൾ ഇങ്ങോട്ട് നോക്കാം. ഇവിടെ ഏതാണോ വൈക്ക് അല്ലെ, അതായത് ഇതിന് പാരലാണ് ഇത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ വൈക്ക് ഏതാണോ അത് ഇവിടെ ഇട്ട് കൊടുക്കാം. മനസ്സിലായല്ലോ? ഇനി ഈ മൂല തന്നിട്ടില്ല എന്ന് വിചാരിക്കുക, ഇതാണ് തന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക? നമ്മൾ ഈ 2 ഇവിടെ ഇട്ട് കൊടുത്തു. പിന്നെ എന്ത് ചെയ്യുക? ഇതിന്റെ സ്ട്രൈറ്റ് നോക്കിയാൽ ഇവിടെ വൈക്ക് ഏതാണോ ആ വൈ ഇട്ട് കൊടുക്കുക. ഈ 2 കാര്യം മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എക്സ് കോർഡിനേറ്റ് സെയിം ആയി കഴിഞ്ഞാൽ വൈക്ക് പാരലായിട്ട് വരും. അപ്പൊ വൈ കോർഡിനേറ്റ് സെയിം ആയി കഴിഞ്ഞാൽ എക്സിന് പാരലായിരിക്കും. എക്സ് കോർഡിനേറ്റ് സെയിം ആയി കഴിഞ്ഞാൽ വൈക്ക് പാരലായിരിക്കും. ഇനി നമുക്ക് ഈ 2 ഓപ്പോസിറ്റ് മൂലകളുടെ കോർഡിനേറ്റ്സ് ഒന്ന് നോക്കിയേ. ഇവിടെ 2 1 ഇവിടെ 7 3 അല്ലേ. അതായത് ഇവിടെ എക്സിന്റെ കോർഡിനേറ്റ് 2, ഇവിടെ എക്സിന്റെ കോർഡിനേറ്റ് 7. ഒരു ബന്ധവും ഇല്ല അല്ലേ. ഇനി ഇവിടെ 1 3 വൈ കോർഡിനേറ്റ്സ് 1 ഇവിടെ 3. ആ വൈ കോർഡിനേറ്റ്സ് നമ്മൾ ഒരു ബന്ധവും ഇല്ല. ഇനി ഈ 2 മൂലകൾ നോക്കിയാൽ ഇവിടെ എക്സ് കോർഡിനേറ്റ് 2, ഇവിടെ എക്സ് കോർഡിനേറ്റ് 7. ഒരു ബന്ധവും ഇല്ല. ഇവിടെ വൈ കോർഡിനേറ്റ്സ് 3, ഇവിടെ വൈ കോർഡിനേറ്റ് 1. അപ്പൊ ഇവ തമ്മിലും ഒരു ബന്ധമില്ല. അതായത് ഈ ആക്സിസിന് പാരലായിട്ട് നമുക്ക് ഒരു ചതുരം വരയ്ക്കണമെങ്കിൽ അവയുടെ മൂലകളുടെ കോർഡിനേറ്റ്സ് എപ്പോഴും എന്തായിരിക്കണം? ഡിഫറൻ്റ് ആയിരിക്കണം അല്ലെ. അപ്പൊ ഒരു ബന്ധം ഇവിടെ തമ്മിൽ ഒരു ബന്ധവും പാടില്ല. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് പാരലായിട്ട് ഒരു സ്ക്വയർ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റൂ. ഇനി ഇതിന്റെ ഈ മൂലകളുടെ ഇപ്പൊ എക്സ് കോർഡിനേറ്റ് സെയിം ആണെന്ന് വിചാരിക്കുക. എക്സ് കോർഡിനേറ്റ് സെയിം ആയാൽ എന്ത് സംഭവിക്കും? എക്സ് കോർഡിനേറ്റ് സെയിം ആയി കഴിഞ്ഞാൽ അവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന വര എന്തിന് പാരലായിരിക്കും? വൈക്ക് പാരലായിരിക്കും അല്ലെ. വൈക്ക് പാരലായിരിക്കും. അതായത് ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന വര എന്ന് പറഞ്ഞാൽ ഡയഗണൽ വൈക്ക് പാരലായിരിക്കും. ഡയഗണൽ വൈക്ക് പാരലായിരിക്കും. ഡയഗണൽ വൈക്ക് പാരലായി കഴിഞ്ഞാൽ വശം വൈക്ക് പാരലാവോ? പാരലാവില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൂലകളുടെ കോർഡിനേറ്റ്സ് എപ്പോഴെന്തായിരിക്കണം? ഡിഫറൻ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സിനും വൈക്കും പാരലായിട്ട് ഇതുപോലെയുള്ള ചതുരങ്ങൾ വരയ്ക്കാൻ പറ്റൂ. അപ്പൊ നമുക്ക് എക്സാമിന് ഇതുപോലത്തെ 2 പോയിന്റുകൾ തരും അല്ലെ. 2 കോർഡിനേറ്റ്സ് ഒന്നുമായിട്ട് നമ്മൾ ചോദിക്കുന്നത് ഇത് എതിർമൂലകളായിട്ട് ഒരു ചതുരം വരയ്ക്കാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യേണ്ടി വരും? ഇവ തമ്മിൽ ഒരു ബന്ധവും പാടില്ല. അത് ഡിഫറൻ്റ് ആയിരിക്കണം. ഡിഫറൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അവ മൂലകളായിട്ട് എന്ത് വരയ്ക്കാൻ പറ്റുള്ളൂ? എതിർമൂലകളായിട്ട് എന്ത് വരയ്ക്കാൻ പറ്റുള്ളൂ? ചതുരം വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇവ സെയിം ആവാൻ പാടില്ല, ഒരിക്കലും സെയിം ആവരുത്. മൂലകളുടെ കോർഡിനേറ്റ്സ്, എതിർമൂലകളുടെ കോർഡിനേറ്റ്സ് ഒരിക്കലും സെയിം ആവാൻ പാടില്ല. സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതേ രൂപത്തിലുള്ള ചതുരം വരയ്ക്കാൻ പറ്റില്ല. ഇനി നമുക്ക് പേജ് നമ്പർ 142 2 ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഓൾ ദീസ് റെക്ടാംഗിൾസ് ഷോൺ ബിലോ ഹാവ് ദയർ സൈഡ്സ് പാരലൽ ടു ദി ആക്സിസ്. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി അതർ 2 വെർട്ടിക്സ് ഓഫ് ഈച്ച്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് നമുക്ക് ഇവിടെ കുറച്ച് ചതുരങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവയുടെ വശങ്ങൾ എന്തിന് പാരലാണെന്ന് പറഞ്ഞിട്ടുണ്ട്? എക്സ് ആക്സിസിനും വൈ ആക്സിസിനും, അതായത് അക്ഷങ്ങൾക്ക് പാരലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 2 മൂലകളുടെ അല്ലെ, എല്ലാ ചതുരങ്ങളിലും 2 മൂലകളുടെ കോർഡിനേറ്റ്സ് നമുക്ക് സൂചക സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റ് 2 മൂലകളുടെ സൂചക സംഖ്യ നമുക്ക് കണ്ടുപിടിക്കണം.
അപ്പൊ ഇവിടെ നമുക്ക് ഏത് കാര്യമാണ് ഓർമ്മ വരേണ്ടത്? അപ്പോൾ വൈക്ക് പാരലായിട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ മൂലകളുടെ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. വൈക്ക് പാരലായിട്ട് വരച്ചു കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. എക്സിന് പാരലായിട്ട് വരച്ചു കഴിഞ്ഞാൽ വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും അല്ലേ? അപ്പൊ ഇതാണ് നമുക്ക് ഓർമ്മയിൽ വരേണ്ടത്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നിങ്ങൾക്ക് എളുപ്പമാർഗ്ഗമാണ് പറഞ്ഞത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഈ ലൈൻ മാത്രം എടുക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ഈ ലൈൻ എടുത്തു. ഇവിടെ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് ഏതാണ്? -2 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതേ -2 തന്നെ ഇവിടെ എഴുതാം. അപ്പൊ ഇവിടെ ഒന്നും ഫസ്റ്റ് ട്രിപ്പ് ഇങ്ങോട്ട് കടക്കണ്ട. ഇവിടെ നോക്കാം, ഇവിടുത്തെ എക്സ് ഏതാണോ അപ്പൊ എക്സ് -2 ആണ്. ആ -2 ഇവിടെ എഴുതി. മനസ്സിലായല്ലോ? അതായത് ഇത് വൈക്ക് പാരലാണ്. വൈക്ക് പാരൽ കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും അല്ലെ? അപ്പൊ അത് ആലോചിച്ച് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യാം? ഇവിടെ ഏതാണോ അത് ഇവിടേക്ക് എഴുതാം. ഇനി ഈ മൂലയാണ് തന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതാണോ അത് ഇവിടേക്ക് എഴുതാം. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ -2 ആണ്. ആ -2 നമ്മൾ ഇവിടെ എഴുതി. ഇനി നേരെ എന്ത് ചെയ്യണം? വലത്തോട്ട് നോക്കാം. അതൊക്കെ വലത്തോട്ട് അല്ലേ? ഇതിന്റെ വൈ നോക്കാം. വൈ കോർഡിനേറ്റ് ഏതാണ്? 4 അല്ലേ? ആ 4 ഇങ്ങോട്ട് എടുത്ത് എഴുതാം. അതെന്താണ് എഴുതാൻ കാരണം? ഇവിടെ നമുക്കറിയാം ഇത് എന്തിന് പാരലാണ്? ഇത് എക്സിന് പാരലാണ് അല്ലെ? എക്സിന് പാരലായി കഴിഞ്ഞാൽ വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പൊ ഇതാണ് വൈ കോർഡിനേറ്റ് 4 അല്ലെ? അപ്പൊ ഇത് സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ 4 ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇത്ര കാര്യം മാത്രം ശ്രദ്ധിക്കരുത്. ഓർക്കാൻ ബുദ്ധിമുട്ട് എന്ത് ചെയ്യാം? ഇവിടെയുള്ള എക്സ് ഇവിടെ എടുത്ത് എഴുതി, ഇതിലത്തെ വൈ ഇവിടെ എഴുതി. അപ്പൊ നമുക്ക് ആൻസർ ആയി. ഇനി നമുക്ക് ഇവിടെ കിടക്കാം അല്ലെ? ഇതാണ് കിട്ടേണ്ടത്. ഇവിടെ കിട്ടുമ്പോൾ എന്ത് വേണം? ഇവിടെ ഏതാണോ ഉള്ളത് 2, ആ 2 ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഇവിടെ ചെയ്ത് അതേ കാര്യം തന്നെ ഇവിടെ ചെയ്യുന്നു അല്ലെ? അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഈ ലൈനാണ് നമ്മൾ നോക്കുക. ഈ വശമാണ് നോക്കേണ്ടത്. ഈ വശം എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇങ്ങോട്ട് കടന്നു. ഇവിടെ നമുക്ക് ഈ പോയിന്റ് കിട്ടണം. അപ്പൊ ഇവിടെ ഏതാണ്? 2. അപ്പൊ 2 എഴുതി. ഇനി നേരെ ഇങ്ങോട്ട് പോകണം. ഈ ലൈൻ ഇവിടെ മുട്ടുന്നത് അല്ലെ? ഇതിന്റെ വൈ ഏതാണ്? 3 എഴുതി. അപ്പൊ ഇവിടെ വൈ കോർഡിനേറ്റ് എക്സിന് പാരലാണ് അല്ലെ? വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ 3 എഴുതാൻ കാരണം. അപ്പൊ എളുപ്പത്തിൽ ഓർക്കാൻ എന്ത് ചെയ്താൽ മതി? ഞാൻ ഈ പറഞ്ഞ കാര്യം വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ ചെയ്യാൻ നോക്കിയേ? ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ കിടക്കണ്ട, ആദ്യം ഇത് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ടല്ലോ, തന്നിട്ടുണ്ടല്ലേ? അപ്പൊ ഇവിടെ ഈ മൂലം എന്തായിരിക്കും? ഇവിടെ ഏതാണോ ഉള്ളത്? എക്സ്. അപ്പൊ -1 എഴുതി. ഇനി എന്ത് വേണം? നേരെ ഇങ്ങോട്ട് കിടക്കാം. ഇവിടെ വൈ ഏതാണ്? -4. ഓക്കെ. ഇനി നമുക്ക് ഇതാണല്ലോ കണ്ടുപിടിക്കേണ്ടത് ആണ് അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയേ, ഇത് 2 വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 2. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ നോക്കിയാൽ മതി. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2. അടുത്ത് എന്ത് വേണം? നേരെ ഇങ്ങോട്ട് നോക്കാം. ഇവിടെ ഏതാണ്? -2. അപ്പൊ -2. ഇനി നമുക്ക് നോക്കിയാൽ ഇത് 2 തന്നിട്ടുണ്ട് അല്ലെ? ഫസ്റ്റ് ഏതിലേക്ക് പോകേണ്ടത്? ഞാൻ പറഞ്ഞു ഈ വശം അല്ലെ? ഈ വശം ആദ്യം നോക്കേണ്ടത്. ഈ വശം ആദ്യം നോക്കാം. അത് എളുപ്പത്തിന് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. ഒന്നൊരു വിരോധമില്ല. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ആദ്യം ഈ സൈഡ് നോക്കാം. അപ്പൊ ഇവിടെ ഏതാണ്? -1 അല്ലെ? എക്സിന് -1. ആ -1 തന്നെ ഇവിടെ ഇട്ട് കൊടുക്കുക. -1. ഓക്കെ. ഇനി നമുക്ക് ഏത് കിട്ടണം? ഇനി നേരെ റൈറ്റിലേക്ക് തിരിയാം. ഇനി ഇതേപോലെ ലെഫ്റ്റിലാണെങ്കിൽ ലെഫ്റ്റിലേക്ക് തിരിയാം അല്ലെ? അപ്പൊ റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ്. ഓക്കെ. ഇവിടെ നമുക്ക് ഇനി റൈറ്റിൽ ഇവിടെ 6 തന്നിട്ടുണ്ട് അല്ലെ? 6 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? 6. ഇവിടെ വൈയുടേതാണ് എടുക്കേണ്ടത്. വൈ കണ്ട? വൈക്ക് 6 ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇത് എഴുതണമല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ മുകളിൽ ഏതാ ഉള്ളത്? 2. ആ 2 ഇങ്ങോട്ട് ഇട്ടു. അപ്പൊ അത് കഴിഞ്ഞു അല്ലെ? ഇനി എന്ത് വേണം? ഇങ്ങോട്ട് നോക്കാം. ഇവിടെ വൈ രണ്ടാമത് എഴുതി. വൈ 3 എഴുതി. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? അപ്പൊ ആദ്യം നമുക്ക് ഈ ഇടത്തെ സൈഡ് അല്ലെ? ഇടത്തെ വശം നോക്കാം. ലെഫ്റ്റിലുള്ള വശം നോക്കിയിട്ട് അതിൽ എക്സ് ഏതാണോ അത്, അതിനുശേഷം എന്ത് ചെയ്യാം? ഇവിടെ ഏതാണ് തന്നിട്ടുള്ളത് അതിന്റെ വൈ ഇവിടെ എടുത്തെഴുതാം അല്ലെ? അതല്ലെങ്കിൽ നമുക്ക് ഇതാണെങ്കിൽ ഇവിടെ നോക്കാം. ഇവിടെ വൈ ഏതാണോ അത് ഇവിടെ എടുത്തെഴുതാം. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ഇതിലെന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നമുക്ക് 2 പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. അത് 3, 5, 7, 8 അല്ലെ? അപ്പൊ 2 പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിന്റെ പൊസിഷൻ നമ്മൾ കൃത്യമായിട്ട് എഴുതണം, കണ്ടുപിടിക്കണം. അതിനുശേഷം നാം അവ വെച്ചുകൊണ്ട് അവ എതിർ മൂലകളായിട്ട് നാം ഒരു ചതുരം വരയ്ക്കുകയാണെങ്കിൽ ആ ചതുരത്തിന്റെ മറ്റു 2 മൂലകളുടെ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം റഫായിട്ട് നമുക്ക് ആദ്യം ഒരു ചതുരം വരയ്ക്കാം. അപ്പൊ ഇത് നമ്മൾ വെറുതെ റഫായിട്ട് വരച്ച ചതുരം അല്ലെ? വെറുതെ ഒരു ചതുരം വരച്ചു. ഓക്കെ. ഇനി നോക്കിയാൽ ഇനി ഇവിടെ ഈ മൂലകളിൽ വരുന്ന ഈ പോയിന്റ് അല്ലെ? 3, 5, 7, 8. അപ്പൊ അതിൽ എക്സിന്റെ വാല്യൂ എത്രയാണ്? 3. ഇവിടെ എക്സിന്റെ 7 അല്ലെ? അപ്പൊ നമുക്കറിയാം എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ വലതുഭാഗത്ത് പോകുന്തോറും കൂടി വരും അല്ലെ? ഇടത്തോട്ട് പോകുമ്പോൾ കുറഞ്ഞു വരും. അത് നമുക്കറിയാലോ, അറിയാം. അതുപോലെ തന്നെ വൈയുടെ വാല്യൂ മുകളിലേക്കാണെങ്കിൽ കൂടി വരും, താഴത്തോട്ടാണെങ്കിൽ കുറഞ്ഞു വരും അല്ലെ? അപ്പൊ ഈ 2 കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഓർമ്മയുണ്ട്. ഇനി നോക്കിയാൽ എക്സിന്റെ വാല്യൂ, ഇതിൽ എക്സിന്റെ വാല്യൂ 3, ഇതിന്റെ എക്സിന്റെ വാല്യൂ 7. ഏതാണ് ചെറുത്? 3 ആണ് ചെറുത് അല്ലെ? അപ്പൊ നമുക്ക് ഒരു കാര്യം ഉറപ്പായല്ലോ, ഈ പോയിന്റ് എവിടെ വരും?
ഈ പോയിന്റ് ഇടത് ഭാഗത്ത് ഈ ഭാഗത്തിന് വരുന്നത്. കാരണം ഇങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ വലുതിന് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 7 ഉള്ളത്. അപ്പോൾ 7 ഇപ്പുറത്ത് ഈ സൈഡിലാണ് വരാം അല്ലെ, വലതു ഭാഗത്തായിരിക്കും 7 വരാം. അപ്പോൾ ഇവിടെ ചെറുത് ഇടത് ഭാഗത്ത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 3, 5 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെ ആയിരിക്കും, ഇടതു ഭാഗത്തായിരിക്കും. അതായത് ഒന്ന് ഇവിടെ ആയിരിക്കും, ഒന്നുകിൽ ഇവിടെ ഒന്നുകിൽ അല്ലെങ്കിൽ ഇവിടെ. ഒരിക്കലും ഇവിടെ വരില്ല. കാരണം മനസ്സിലായല്ലോ, ഇവിടെ 7 ഇതാണ് വലുത്. അപ്പോൾ ഇതായിരിക്കും ഇപ്പുറത്ത് വരിക. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പായി, ഒന്നുകിൽ ഇത് ഈ മൂലയായിരിക്കും, അതല്ലെങ്കിൽ ഈ മൂലയായിരിക്കും. ഇനി നമുക്ക് ഇതിലേത് മൂലയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് നാം എന്ത് ചെയ്യണം, ഇതിൻ്റെ y കോർഡിനേറ്റ് നോക്കാം. y കോർഡിനേറ്റ് ഇവിടെ 5, ഇവിടെ 8 അല്ലേ. ഇതിലേതാണ് ചെറുത്, 5 ആണ് ചെറുത് അല്ലേ. അപ്പോൾ y കോർഡിനേറ്റ് മുകളിലേക്ക് പോകുമ്പോൾ വലുതായി വരാം അല്ലേ, വാല്യൂ കൂടി വരാം. താഴത്തേക്കാണെങ്കിലോ ചെറുത് വരും അല്ലേ, ചെറുത് നമ്മൾ 1, 2, 3, 4 അങ്ങനെ മുകളിലേക്കല്ലേ എഴുതി പോവാറ്. ഓക്കെ, അപ്പോൾ ഇവിടെ 5ഉം ഇവിടെ 8ഉം. അപ്പോൾ ഏതായിരിക്കും അടിയിൽ വരുന്നത്, ചെറുത് 5 അല്ലേ, 5 അല്ലേ ചെറുത്. അപ്പോൾ 3, 5 എവിടെയായിരിക്കും, 3, 5 ഇവിടെ, 3, 5. കണ്ടുപിടിച്ച രീതി മനസ്സിലായില്ലേ. ഇനി അതിന്റെ ഓപ്പോസിറ്റ് മൂലയിൽ എന്ത് കൊടുക്കുക, 7, 8 കൊടുക്കുക. അപ്പൊ ഇവിടെ ഒരെണ്ണം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് മൂലയിൽ അടുത്ത് എഴുതാം. അപ്പോൾ അതൊക്കെയാണല്ലോ. ഇനി നമുക്ക് എന്ത് വേണം, ഇനി നമുക്ക് ഇതിന്റെ മറ്റു 2 കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാലോ. ആദ്യം എന്ത് വേണം, ആദ്യം ഞാൻ പറഞ്ഞു ഇത് നോക്കാം അല്ലേ. ഈ വശം നമുക്ക് നോക്കാം. ഈ വശത്തിൽ ഇവിടെ എക്സിന്റെ വാല്യൂ എത്രയാണ്, 3. അപ്പോൾ ഇവിടെ എത്ര വരും, 3. ഓക്കെ, അത് എഴുതി. ഇനി നേരെ ഇങ്ങോട്ട് നോക്കാം. ഇവിടെ വൈയുടെ വാല്യൂ എത്രയാണ്, 8. 8 എഴുതി. കണ്ട, ഇത്രയേ ഉള്ളൂ, 3, 8. അതായത് ഈ വശം എക്സിന് പാരലായതുകൊണ്ട് എന്തായി, വൈ കോർഡിനേറ്റ് സെയിം ആയി. കണ്ടില്ലേ. ഓക്കെ, ഇനി നമുക്ക് ഈ മൂല കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ഏത് എഴുതണം, എക്സിന്റെ കോർഡിനേറ്റ് 7. നമ്മൾ നേരത്തെ ഒന്നാമത്തെ ചോദ്യം ചെയ്തില്ലേ, അതേപോലെ 7 എഴുതി. ഇനി വൈ കോർഡിനേറ്റ് എഴുതണം, നേരെ ഇങ്ങോട്ട് കിടക്കുക. ഇവിടെ ഏതാണ് വൈ, 5. അപ്പോൾ 7, 5. അപ്പോൾ ഈ വശം ഈ വൈക്ക് പാരലായതുകൊണ്ട് എന്തായി, എക്സ് കോർഡിനേറ്റ് സെയിം ആയി. ക്ലിയർ ആയില്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ 6, 2, 5, 4 ഇതാണ് കോർഡിനേറ്റ്സ്, സൂചക സംഖ്യകൾ അല്ലേ. അപ്പോൾ നമ്മൾ റഫായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ചതുരം നമ്മൾ വരച്ചു. ഇനി നമുക്ക് ഇവിടെ ഏതാണ് ഈ പോയിന്റ് വരാമെന്ന് കണ്ടുപിടിക്കണം അല്ലേ. 6, 2, 5, 4. ആദ്യം എന്ത് ചെയ്യണം, ഇതിന്റെ എക്സ് കോർഡിനേറ്റ് നോക്കാം. എക്സ് കോർഡിനേറ്റ് 1, 6, 1, 5. ഇതിലേതാണ് ചെറുത്, 5 ആണ് ചെറുത് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പായി, 5, 4 ഈ പോയിന്റ് ആണ് ഈ ലെഫ്റ്റിൽ വരേണ്ടത് അല്ലേ. ചെറുതാണ് ലെഫ്റ്റിൽ വരാം. ഇവിടെ എക്സിന് വലുതാണ്, ഇവിടെ ഇത് 6 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങോട്ട് പോകും അല്ലേ. അപ്പോൾ നമുക്ക് ഇത് ഉറപ്പായി, 5, 4 ആണ് ഈ സൈഡിൽ വരാമെന്ന് ഉറപ്പായി. ഇനി എന്ത് വേണം, ഇത് മുകളിലാണോ അടിയിലാണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം, ഇതിന്റെ വൈ കോർഡിനേറ്റ് നോക്കണം അല്ലേ. വൈ കോർഡിനേറ്റ് നോക്കിയാൽ ഇതിന്റെ വൈ കോർഡിനേറ്റ് 4 ആണ്, ഇതിന്റെ വൈ കോർഡിനേറ്റ് 2 ആണ്. ഇതിലേതാ വലുത്, 4, 2 ഏതാ വലുത്, 4 ആണ് വലുത് അല്ലേ. അപ്പം 4 വൈ കോർഡിനേറ്റ് വലുത് 4 ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇത് മുകളിൽ പോകണം അല്ലേ. വൈയുടെ വാല്യൂ മുകളിലേക്ക് 1, 2, 3, 4 അങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ കൂടി വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യണം, 5, 4 2 വലുതാണ് 4. അതുകൊണ്ട് ഈ 5, 4 എവിടെ വരും, നമുക്കറിയാം. ആദ്യം നമ്മൾ പറഞ്ഞു ഇവിടെയാണ് വരാമെന്ന് പറഞ്ഞു. പിന്നെ 4 വൈ കോർഡിനേറ്റ് ഇതാണ് വലുത്, അതുകൊണ്ട് ഇവിടെ മുകളിലായിരിക്കും ഇത് വരാം. അപ്പോൾ നമുക്ക് 5, 4. ക്ലിയർ ആണില്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യാം, ഞാൻ 6, 2 അല്ലേ, നേരെ ഓപ്പോസിറ്റ് മൂലയിലേക്ക് 6, 2 കൊടുക്കുക. അവിടെ വേറെ ഒന്നും ആലോചിക്കാനില്ല, 6, 2. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുണ്ട്, ശ്രദ്ധിച്ചു പോവാം. വളരെ ഈസിയാണിത് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി 2 മൂലകളിലെ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം, ആദ്യം ഞാൻ പറഞ്ഞു ഈ സൈഡ് അല്ലേ, ഈ സൈഡ് ഫസ്റ്റ് നോക്കാം. ഈ സൈഡ് ആദ്യം എന്ത് ചെയ്യാം, ഇതിൽ എക്സ് കോർഡിനേറ്റ് ഏതാണോ അത് എടുത്ത് എഴുതാം. ഇവിടെ എത്രയാണ്, 5 അല്ലേ, 5 എഴുതി. ഓക്കെ, ഇനി എന്ത് വേണം, നേരെ ഇങ്ങോട്ട് കിടക്കാം. ഇവിടെ വൈ ഏതാണ്, 2, ആ 2 എടുത്ത് എഴുതി. പ്രശ്നം കഴിഞ്ഞു. അതായത് ഈ വശം എക്സിന് പാരലായതുകൊണ്ട് വൈ കോർഡിനേറ്റ് സെയിം ആയി. ഇനി നമ്മൾ ഇതിന് ഇങ്ങോട്ട് കിടക്കണം അല്ലേ. ഇങ്ങോട്ട് കിടക്കാൻ ഫസ്റ്റ് എന്ത് വേണം, അതിലേക്ക് നോക്കാം. അതിൽ ഏതാണ് എക്സ് കോർഡിനേറ്റ്, 6 എഴുതി. ഇനി നേരെ ഇങ്ങോട്ട് നോക്കിക്കോ, വൈ കോർഡിനേറ്റ് ഏതാണ്, 4 എഴുതി. അപ്പോൾ ഇവിടുത്തെ വിഷയം കഴിഞ്ഞു. അപ്പോൾ ഈ വശം നോക്കിയേ, ഇത് ഏതിന് പാരലാണ്, വൈക്ക് പാരലാണ്. വൈക്ക് പാരലായപ്പോൾ എക്സ് കോർഡിനേറ്റ് സെയിം ആയി. ഓക്കെ, ഇനി നമുക്ക് അടുത്തതൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ 2 പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് നമുക്ക് വന്നിട്ട് ഒന്ന് -3ഉം 5ഉം, ഒന്ന് -7ഉം 1ഉം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എക്സ് കോർഡിനേറ്റ് നോക്കണം. എക്സ് കോർഡിനേറ്റ് ഏതൊക്കെയാണ്, -3ഉം -7ഉം അല്ലേ. അപ്പോൾ ഇത് നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, നെഗറ്റീവ് വാല്യൂ അല്ലേ. -3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമുക്കറിയാം 0-നേക്കാൾ 3 കുറവ് അല്ലേ. 0-നേക്കാൾ 3 കുറവ്. -7 എന്ന് പറഞ്ഞാലോ 0-നേക്കാൾ 7 കുറവ് അല്ലേ. അപ്പോൾ ഏതാണ് വലുത്, ഏതാണ് ചെറുത്, -3 ആണ് വലുത് അല്ലേ. അപ്പോൾ ഇവ തമ്മിൽ നോക്കുമ്പോൾ -3 ആണ് വലുത്, -7 ആണ് ചെറുത്. തെറ്റിക്കരുത്, -7 ആണ് ചെറുത് അല്ലേ. അപ്പോൾ -7 ആണ് ചെറുത്.
അപ്പോൾ നമുക്ക് എന്ത് കാര്യം ഉറപ്പായി? എക്സിന്റെ കോർഡിനേറ്റ് ഇതാണ് ചെറുത് അല്ലേ? അപ്പോൾ ഇത് എവിടെ വരും? ഇവിടെ വരും, ഈ ഭാഗത്ത് വരും, ഇടത് ഭാഗത്ത് വരും, നമുക്ക് ഉറപ്പായി. ഇനി ഇത് മുകളിലാണോ താഴെയാണോ വരിക എന്ന് നോക്കണം. അതിനെന്ത് വേണം? നമ്മൾ ഇതിന്റെ y കോർഡിനേറ്റ് നോക്കാം. y ഇതിന്റെ എത്രയാണ്? 1. ഇവിടെ എത്രയാണ്? 5. ഏതാ ചെറുത്? ഇതാണ് ചെറുത് അല്ലേ? അപ്പോൾ ഇതാണ് ചെറുത്. അതായത് അടിയിലേറെ വരും, അടിയിലായിരിക്കും ഇത് വരാം. ഇതിന്റെ പോയിന്റ് എവിടെയായിരിക്കും? ഈ മൂലയിൽ. മനസ്സിലായല്ലോ? -7 1. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് മൂലയിലേക്ക് ഏത് എഴുതാം? -3 5. നേരെ ഓപ്പോസിറ്റ് മൂലയിൽ ഇത് എഴുതി കൊടുക്കാം. ഇനി നമുക്ക് ഈ മൂലകളെ കണ്ടുപിടിക്കണം അല്ലേ? ഓക്കെ, ഇത് പോയിന്റ്. നേരെ അടിയിലേക്ക് നോക്കാം. ഇവിടെ ഏതാണ്? -7. ആ -7 എഴുതി. ഓക്കെ, ഇനി നേരെ വലത്തോട്ട് നോക്കാം. ഇവിടെ ഏതാണ്? വൈഡ് ഏതാണ്? 5 എഴുതി. അപ്പോൾ ഇത് ഓക്കെ ആയി. ഇനി ഇവിടെ നോക്കിയേ, എന്ത് വേണം? മുകളിലേക്ക് നോക്കിക്കോ. ഇവിടെ ഏതാ ഉള്ളത്? -3 എഴുതി. ഇനി ഇങ്ങോട്ട് നോക്കിക്കോ, 1 എഴുതി. അപ്പോൾ ആദ്യം അടിയും മോടും നോക്കാം അല്ലേ? അത് കഴിഞ്ഞാൽ ഇടത്തോ വലത്തോ നോക്കാം. അപ്പോൾ ഇതാണ് ഓർഡർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ചെയ്യാലോ. അപ്പോൾ ഇതിന്റെ കോർഡിനേറ്റ്സ് അല്ലേ, രണ്ട് ബിന്ദുക്കളുടെ കോർഡിനേറ്റ്സ് നമുക്ക് വന്നിട്ട് -1 -2 -5 -4. അപ്പോൾ എല്ലാതും നെഗറ്റീവ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഒന്നുകൂടി ശ്രദ്ധിക്കണം നമ്മൾ. പോസിറ്റീവ് അല്ല. അപ്പോൾ ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് നല്ലവണ്ണം ശ്രദ്ധിക്കാം. ഇവിടെ ഫസ്റ്റ് എന്താ ചെയ്യണം? നമ്മൾ എക്സ് കോർഡിനേറ്റ് നോക്കണം. എക്സ് കോർഡിനേറ്റ് ഇവിടെ -1, ഇവിടെ -5. ഏതാണ് ചെറുത് ഏതാണ് വലുത്? നമുക്കറിയാം -1 ആണ് വലുത് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു -1 ആണ് വലുത്. 0-നേക്കാൾ 1 കുറവ്. ഇത് 0-നേക്കാൾ 5 കുറവ് അല്ലേ? അതായത് -5 ആണ് ചെറുത്, -1 ആണ് വലുത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാ വേണ്ടത്? ചെറുതാണ് വേണ്ടത് അല്ലേ? ചെറുതല്ല, ഇങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ എക്സിന് നമുക്ക് ചെറുത് ഇങ്ങോട്ടും വലുത് ഇങ്ങോട്ടും വരും. അപ്പോൾ ഇവിടെ ചെറുത് -5 ആണ്. ശ്രദ്ധിക്കുക, -5 ആണ്. അതുകൊണ്ട് ഏതായിരിക്കും ഈ ഇടത് ഭാഗത്ത് വരാം? ഇവിടെ വരാം -5 -4 അല്ലേ? അപ്പോൾ അക്കാര്യത്തിൽ തീരുമാനമായി. ഇതാണ് ഇങ്ങോട്ട് പോകേണ്ട സാധനം. ഓക്കെ, ഇനി അത് മുകളിലാണോ അടിയിലാണോ? നാം എന്ത് വേണം? y കോർഡിനേറ്റ് നോക്കണം. ഇവിടെ y കോർഡിനേറ്റ് -4, ഇതിന്റെ y കോർഡിനേറ്റ് -2 അല്ലേ? അപ്പം ഇനി ഇവർ തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇതിൽ ഏതാണ് വലുത്? -2 ആണോ -4 ആണോ വലുത്? -2 ആണ് വലുത് അല്ലേ? -2 വലുത്, -4 ചെറുത്. അപ്പം ഇവിടെ y കോർഡിനേറ്റ് ഇതാണ് ചെറുത് അല്ലേ? ആ y കോർഡിനേറ്റ് ചെറുതെന്ന് പറഞ്ഞാൽ എവിടെ പോകും? താഴെ പോകും. y കോർഡിനേറ്റ് വലുതാണെങ്കിൽ മുകളിൽ പോകും അല്ലേ? അപ്പോൾ ഇവിടെ y കോർഡിനേറ്റ് ഇതാണ് ചെറുത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? -5 -4 ആദ്യം നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞു, പിന്നെ അതിൽ അടിഭാഗത്താണ്. y കോർഡിനേറ്റ് ഇതാണ് ചെറുത്. അതുകൊണ്ട് നമുക്ക് ഉടൻ അടി എഴുതാം. -5 -4 നമുക്ക് അടിയിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് മൂലയിൽ ഏതെഴുതാം? -1 -2. ഇനി നമുക്ക് ഈ രണ്ട് മൂലകൾ കണ്ടുപിടിക്കണം അല്ലേ? അത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാലോ. ഈ ആദ്യം വേണം ഒന്നുകിൽ അടിയിലേക്ക് നോക്കാം, അല്ലെങ്കിൽ മുകളിലേക്ക് നോക്കാം. അടിയിൽ ഏതാ ഉള്ളത്? -5. അപ്പോൾ എക്സിന്റെ കോർഡിനേറ്റ് -5 എഴുതി. ഇനി ഉടനടി റൈറ്റിലേക്ക് നോക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് നോക്കാം. റൈറ്റിൽ ഏതാ ഉള്ളത്? വൈയുടെ കോർഡിനേറ്റ് -2. വൈ ഇവിടെ തെറ്റരുത്, -1 എഴുതരുത്. ഇതിലെ y കോർഡിനേറ്റ് -2. ഇപ്പോൾ ഇവിടെ നമുക്ക് പോയിന്റ് കിട്ടി -5 -2. ഇനി നമുക്ക് ഇവിടെ നോക്കണം അല്ലേ? ഇവിടെ നോക്കാം. ആദ്യം എന്ത് വേണം? മുകളിലേക്ക് നോക്കാം. മുകളിൽ ഏതാണ്? -1 എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇടത് ഭാഗത്ത് അല്ലേ? ഇടത് ഭാഗത്താണ് തന്നിട്ടുള്ളത്. ഇനി വലത് ഭാഗത്താണ് തന്നിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? വലത് ഭാഗത്തേക്കാണ് നോക്കേണ്ടത് അല്ലേ? ഓക്കെ, അപ്പോൾ -1 നമ്മൾ എഴുതി. ഇനി നമുക്ക് ഇവിടെ വൈഡ് നോക്കണം. y ഏതാണ് -4. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുക എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്കിതിൽ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.